ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി മുളകിൻ്റെ റെസിപ്പി കണ്ടാലോ. ചോറിന് നമുക്ക് മറ്റൊരു കറിയുമില്ലെങ്കിലും ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് നന്നായി ചോറ് തിന്നാൻ പറ്റുന്ന ഒരു വെളുത്തുള്ളി മുളകിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നിർബന്ധമായിട്ട് വെളിച്ചെണ്ണ. അതിനുശേഷം ഒരു സ്പൂൺ ഇതുപോലെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള തക്കാളി, വറ്റൽമുളക്, വെളുത്തുള്ളി, മുളക്, കശ്മീരി മുളക് പൊടി അതൊക്കെ ഒന്ന് മിക്സിയിൽ നന്നായി ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു വെളുത്തുള്ളി മുളക് ചില ആൾ പുളി ചേർക്കുന്നവരുണ്ട്. പുളി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ തക്കാളിയാണ് ചേർക്കാറ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തക്കാളി ചേർത്ത് നിന്ന് വെളുത്തുള്ളി മുളക് ഉണ്ടാക്കി നോക്കിയോ, അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ ആ ഒരു വെളിച്ചെണ്ണയിൽ കുറുകി വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ല്, അടിപൊളി. ഈ ഒരു സ്മെല്ല് മാത്രം മതി നിങ്ങൾക്ക് ചോറ് തിന്നാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഴക്കാലത്തേക്ക് ചിലപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു വെളുത്തുള്ളി മുളക് പരിപ്പ് കറി, പപ്പടം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകമായിട്ട് പറയുകയാണ്, കാശ്മീരി പൊടി തന്നെ ഇട്ടാൽ മതി. കാരണം കാശ്മീരി മുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവാണല്ലോ. കാണാൻ നല്ല കളറുണ്ടാവും, പക്ഷേ എരിവ് കുറവായിരിക്കും. എങ്കിലും വറ്റൽ മുളകും കൂടി ഇടുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. അപ്പം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല റെസിപ്പി അറിയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും സഫീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇതാ നോക്കിയാൽ നല്ല അടിപൊളി വെളുത്തുള്ളി മുളക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും. ബൈ.